ഫാറൂഖ് എന്ന് പറയുന്ന ഭീമൻ കടന്നു വന്നപ്പോ അവന്റെ നക്കിത്തിന്നാൻ വിപ്ലവ ചാനലിന്റെ വലിയ മാന്യന്മാര് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്. നാളത്തെ സമരം ഇവിടെ ആയിരിക്കരുത്. നാളത്തെ സമരം ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ പടിക്കലായിരിക്കണം. ഇനി നിങ്ങൾക്ക് പോകാൻ ധൈര്യക്കുറവുണ്ടെങ്കിൽ ഞാനും കൂടെ വന്നേക്കാം. എന്താ സംശയം ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് സമയം പാഴാക്കരുത്. അടുത്ത പ്രാവശ്യം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ധർണയിരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ശക്തി ചോർന്നു. ചെറിയ ശക്തിക്കാരല്ല നിങ്ങള്. നിങ്ങളുടെ പ്രാദേശിക ചാനലുകളുടെ ശക്തിയും കരുത്തും നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിയുന്നുണ്ടോ? എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത്ര ഒരു ധർണ നടത്തുന്നു എന്ന് പറയുമ്പോൾ വൈദ്യുതി മന്ത്രി ഇവിടെ വന്ന ശേഷം ഇവിടെ വന്ന് പ്രഖ്യാപിക്കേണ്ടതാണ് നിങ്ങളുടെ നിരക്ക് താഴേക്ക് പോകും. എന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്നവന്റെ പള്ളക്കടിച്ചാൽ മനസ്സിലാക്കാം, ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി പോളിലൂടെ അല്ല നിങ്ങൾ ഈ വയറ് വലിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കഴുത്തിലൂടെയാണ്. അതൊന്നും ഊരിയെടുക്കാൻ പറ്റുന്നില്ല പലർക്കും. ഞങ്ങൾക്കറിയാം നിങ്ങളൊന്നും വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല. ഒരു കുടുംബം 2 പേര് 3 പേര് 4 പേര് 5 പേരെ ജോലിക്ക് വെക്കുന്നു, അവരൊക്കെ കഷ്ടി അങ്ങ് ജീവിച്ചു പോകും. ഇങ്ങനെയുള്ളവരെ വീണ്ടും വീണ്ടും പിഴിഞ്ഞുകൊണ്ട് ഒരു സർക്കാരിന്റെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഏതെങ്കിലും സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ സർക്കാരിനെ പിഴവിക്കും. അത് ഏത് സർക്കാരാണെങ്കിലും അത് ഇടതോ വലതൊന്നുള്ളതില്ല. 50,000 പേർക്ക് തൊഴിലൊടുക്കുന്ന, ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന, അതിജീവനത്തിന് വേണ്ടി എപ്പോഴും കിതയ്ക്കുന്ന ഒരു വിഭാഗത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെ പിഴിഞ്ഞുകൊണ്ട് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ഏതെങ്കിലും സർക്കാർ ചിന്തിച്ചാൽ അത് അവരുടെ നയപരമായിട്ടുള്ള വൈകല്യമായിട്ട് നമ്മൾ മുദ്രകുത്തും.